ഹലോ, ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ നടക്കാൻ പോയ പാർക്കും അതിനോടനുബന്ധിച്ചുള്ള ചർച്ചും, ശരിക്കും ചർച്ചല്ല, ചർച്ചസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2 ചർച്ചുണ്ട്, സെയിം കോമ്പൗണ്ടിൽ തന്നെ 2 ചർച്ചുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് ഒരു റിവറുണ്ട്, ബെൽ ടവറുണ്ട്. അപ്പോൾ എല്ലാം കൂടിയുള്ളൊരു പ്ലേസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് പറയുമ്പം അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ബിക്കോസ് സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ എല്ലാവരും ഇതെവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇത് ഈശോ എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ ഊസ്റ്റർഷെയറിൽ ഒരു ഊസ്റ്ററിൻ്റെയൊക്കെ അടുത്തുള്ളൊരു സ്ഥലമാണ് ഈശോ എന്ന് പറഞ്ഞിട്ട്. ദെൻ ഇതൊരു മാർക്കറ്റ് ടൗൺ ആണ്. ഈവൻ പണ്ടൊരു മാർക്കറ്റ് ടൗൺ ആയിരുന്നു, ഇപ്പം മാർക്കറ്റ് ടൗൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ആ ഒരു ഇമ്പോർട്ടൻസ് ഇതിന് എപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 2 ചർച്ചാണ് ഇതിനോടൊപ്പം നിൽക്കുന്നത്. ഒന്ന് സെൻറ്റ് ലോറൻസ് ചർച്ചും 2 ഓൾ സെയിൻറ്റ് ചർച്ചും. വിൻ്ററിലും സമ്മറിലും ഒരുപോലെ തിരക്കുള്ളൊരു പാർക്കാണിത്. സമ്മറിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളാണ് ഈ പാർക്ക് കാണാൻ. ബിക്കോസ് വിൻ്ററിൽ അധികം മരത്തിലെ ഇലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പാർക്ക് കാണാൻ ഇത്തിരി ഡള്ളായിരിക്കും. പക്ഷെ സമ്മറിൽ സോ ബ്യൂട്ടിഫുൾ, അത്രയും മനോഹരമാണ് ഈ പാർക്ക്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ പാർക്കിൽ സമ്മർ ടൈം ആകുമ്പോൾ എപ്പോഴും എന്തെങ്കിലും പ്രോഗ്രാംസ് അവർ അറേഞ്ച് ചെയ്യാറുണ്ട്. ദെൻ ഈ പാർക്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഫെസിലിറ്റീസ് ഉള്ള പാർക്കാണ്. കാരണം ഇത് പള്ളിയുടെ പ്ലേസും അതുപോലെ തന്നെ പാർക്കിൻ്റെ സ്പേസും ഒരുമിച്ചുള്ളതുകൊണ്ട് തന്നെ ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ. പിന്നെ ഇതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിവറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണാനായിട്ട്, ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട്. മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ ഒത്തിരി ഫെസിലിറ്റീസ് ഉള്ള പാർക്കാണിത്. കാരണം കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ പ്ലേ ഏരിയ ഉണ്ട്, അതുപോലെ സ്കേറ്റ് പാർക്കുണ്ട്, ഏക്കർ കണക്കിനുള്ള ഗാർഡനുണ്ട്. പിന്നെ എല്ലാത്തിനും പോരാന്നിട്ട് റിവർ അമൗണ്ട് ബ്യൂട്ടിഫുൾ ഒരു വ്യൂവും ഈ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മരങ്ങളാണെങ്കിലും എസ്പെഷ്യലി സമ്മർ ടൈമിൽ കാണുമ്പം നല്ലൊരു വ്യൂ ആണ് ഈ ഒരു പാർക്ക് തരുന്നത്. പിന്നെ ഞാൻ മോസ്റ്റ്ലി കണ്ടിരിക്കുന്ന റെയിനി സീസണിലാണെങ്കിൽ ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് മഴ വന്ന് ഈ പാർക്ക് മൊത്തം വെള്ളമായിരിക്കും. ദെൻ ഇതാണ് ഓൾ സെയിൻറ്റ് ചർച്ച്. ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം, എല്ലാ ലാംഗ്വേജിലും ഒരു വിലക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ ഹിന്ദിയും കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കണ്ടിട്ടാണ് ഇതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മൊത്തത്തിൽ ആർക്കും അറിയില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് എല്ലാവർക്കും ഈ വീഡിയോയിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് സെൻറ്റ് ലോറൻസ് ചർച്ച് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് 2 നൈബേഴ്സ് ആണെന്ന്. കാരണം 2 ഒരേ കോമ്പൗണ്ടിൽ തന്നെയുള്ള 2 ചർച്ചസാണ്. ഓൾ സെയിൻറ്റ് ചർച്ച്, അതായത് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത് 12th സെഞ്ച്വറിയിലാണ്. അതും ബെനഡിക്റ്റിയൻ മോങ്സ് നിർമ്മിച്ചൊരു ചർച്ചാണിത്. ഇതിപ്പം ഗോത്തിക് സ്റ്റൈലിലുള്ള ആർക്കിടെക്ചർ വർക്കുകളൊക്കെ ഉള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ വർക്കൊക്കെ ഉള്ളൊരു ചർച്ചാണ്. ബട്ട് സെൻറ്റ് ലോറൻസ് ചർച്ച് ഇപ്പം ഹിസ്റ്റോറിക് മൊണമെൻ്റ് ആയിട്ടാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ അവിടെ പ്രേയേഴ്സോ കാര്യങ്ങളൊന്നും നടക്കാറില്ല, വർഷത്തിൽ വൺസ് ഓപ്പൺ ആക്കാറുള്ളൂ. അത് ഓപ്പൺ ആക്കിയ ഒരു സമയത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലിടാം. ഇതാണ് സെൻറ്റ് ലോറൻസ് ചർച്ച്. പിന്നെ ഇതിനെല്ലാം പുറമെ ഇവിടെ ഒരു ബെൽ ടവറുണ്ട്. ഈ ബെൽ ടവറും ഈ ഒരു ഈശാം എന്ന് പറയുന്നൊരു പ്ലേസിനെ അട്രാക്റ്റീവ് ആക്കുന്ന വേറൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈശാം എന്ന് പറയുന്ന പ്ലേസ് ഗൂഗിൾ അടിച്ച് നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഈ ബെൽ ടവറാണ്. ഞാൻ പ്രഗ്നൻ്റാണെന്ന് അറിഞ്ഞതുപോലെ ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകുന്നു. അപ്പം എനിക്ക് ഫസ്റ്റൊന്നും ഈ പാർക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ ബെൽ ടവറിനെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ നടക്കാൻ പോകുമ്പോൾ കയറിയിട്ട് ആക്ച്വലി ബെല്ല് ഇവർക്ക് തന്നെ അടിക്കാൻ പറ്റും. അപ്പം എനിക്ക് ഈ ബെട്ടവൻ്റെ മുകളിൽ കയറാനോ അല്ലെങ്കിൽ ഈ ബെല്ല് ഇവിടെ അടിക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ നടക്കാൻ പോകുന്ന ദിവസങ്ങളിൽ ഇവർ ഇങ്ങനെ കാണുമ്പോൾ ഇവർ നമ്മൾ സംസാരിക്കുന്നത് എന്നറിയുമ്പോൾ ഒരു പ്രത്യേക ഒരു കൺസിഡറേഷൻ നമുക്ക് തരും. അപ്പം ഇവർ നമ്മോട് ഇങ്ങനെ വന്ന് ചോദിക്കും എത്ര മാസമായി, എന്ത് കുട്ടിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സമയത്തുള്ള ഞാൻ അവരോട് ഈ പാർട്ടിനെ പറ്റിയും ഈ ബെട്ടവനെ പറ്റിയും ചോദിച്ചപ്പം അവർ എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ഇങ്ങനെ അവിടെ മുകളിൽ കയറി ബെല്ലടിക്കാനൊക്കെ ഉള്ളത്. ഇത് വിൻ്റർ സീസണിൽ, എസ്പെഷ്യലി റെയിനി സീസണിലുള്ള വീഡിയോ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് 3-4 ഡേയ്സ്
share my videos. അപ്പം see you next video. Bye bye.